സ്മാർട്ട് സിറ്റി പോലുള്ള നിരവധി പദ്ധതികൾ വരുന്നതാണ് കേരളത്തിന് അനുയോജ്യമെന്ന് ഇൻഫോസിസ് മേധാവി ക്രിസ് ഗോപാലകൃഷ്ണൻ. എന്നാൽ പദ്ധതി വൈകുന്നത് മോശം സന്ദേശമാണ് നൽകുന്നത്. ദേശീയപാത 45 മീറ്റർ വീതിയിലെങ്കിലും വികസിപ്പിക്കണം. കേരളത്തിൽ വ്യവസായ അനുകൂല അന്തരീക്ഷമുണ്ടെന്നാണ് തന്റെ അനുഭവമെന്നും ക്രിസ് ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. I don't think there is a debate about the need for smart city. It is what is the right agreement, contract, etc. I am for multiple such projects to come up so that there is competition, there is multiple opportunities for different businesses to invest, and more the better for Kerala actually. So we should look at other projects, similar projects. വ്യവസായ സംരംഭകർക്ക് അനുയോജ്യമായ അന്തരീക്ഷം കേരളത്തിലില്ല എന്ന കാഴ്ചപ്പാട് മാറേണ്ടതുണ്ടെന്ന് ക്രിസ് ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ടൂറിസം മേഖലയിൽ കേരളത്തിനുണ്ടായ മുന്നേറ്റം മാതൃകയാക്കാം. വ്യവസായ സംരംഭകരുടെ വിജയഗാഥകൾക്ക് പ്രചാരം നൽകിയാൽ കേരളത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിയുമെന്നാണ് മലയാളി കൂടിയായ ഇൻഫോസിസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ വിശ്വാസം. Every state has its positives and negatives. It's not that everything is positive. So Kerala has enough positives going for itself, and I think we just need to keep pushing at it. And one day you will find that we are over the hill. തിരുവനന്തപുരത്തെ ഇൻഫോസിസ് ക്യാമ്പസിൽ 3000 പേരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമ്പോൾ 3000 പേർ കൂടി അവസരം ലഭിക്കുമെന്ന് ക്രിസ് ഗോപാലകൃഷ്ണൻ അറിയിച്ചു.